ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു കല്ലുമ്മക്കായ് ബിരിയാണി തയ്യാറാക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 500 വെല്ലുള്ളി കട്ട് ചെയ്തതാണ് ഞാൻ ഇട്ടത്. കല്ലുമ്മക്കായിലേക്ക് മഞ്ഞളും മുളകും ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലപോലെ മസാല പുരട്ടി വയ്ക്കുക. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ അല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് വാട്ടിയാൽ മതി. ഉള്ളി വാടുന്ന സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും 6 പച്ചമുളകും ചതച്ചതാണത്. അത് ഉള്ളിയിലേക്ക് ഇടുക. അതും ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം. നാല് തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചത് ഇട്ടത്. എല്ലാം കൂടെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് മസാല പുരട്ടി വെച്ച കല്ലുമ്മക്കായ് ഇടുക. എല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും ഇടുക. മസാല നല്ലപോലെ വഴറ്റുക. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യിടുക. അതിലേക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയതിന് ശേഷം കോരി മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ 3 ഏലക്കയും ഗ്രാമ്പും പട്ടയിടുക. അരി അളന്ന അതേ പാത്രത്തിൽ 2 പാത്രം വെള്ളം ഒഴിക്കുക. കൈമ റൈസാണ് ഞാൻ ഉപയോഗിച്ചത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. 1 ലെമണിൻ്റെ ജ്യൂസാണ് ചേർത്തത്. ചോറ് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത്. ഒട്ടിപ്പിടിച്ച് നിൽക്കുകയില്ല ലെമൺ ജ്യൂസ് ചേർത്താൽ. മസാല റെഡിയായി. അതിലേക്ക് മല്ലിയിലയും ഇടാം. ഇനി നമുക്ക് അരി കഴുകി വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇടാം. അടച്ച് വെച്ച് സിമ്മിൽ വേവിക്കുക. റൈസ് റെഡിയായി. ഇനി നമുക്ക് ദമ്മിടാം. മസാലയിലേക്ക് ചോറിടുക. ഞാൻ പൊരിക്കാതാണ് കല്ലുമ്മക്കായ് വെച്ചത്. അതാണ് എനിക്കൊരു ടേസ്റ്റായിട്ട് തോന്നിയത്. റോസ് വാട്ടറും കളറും ചേർത്തതാണത്. അതൊഴിക്കുക. ബ്രൗൺ കളറാക്കി വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടുക. മല്ലിയിലയും പുതിനയും കറിവേപ്പിലയാണത്. അതും ഇടുക. അതിൻ്റെ മീതെ പിന്നെയും ചോറിടുക. കളറും ഒഴിക്കുക. 1 സ്പൂൺ നെയ്യും ഇടുക. ബാക്കി വന്ന മല്ലിയിലയും പുതിനയും ബ്രൗൺ ചെയ്ത് വെച്ച ഉള്ളിയെല്ലാം കൂടെ അതിൻ്റെ മീതെ ഇടുക. ഒരു പ്രശ്നം നമുക്ക് സിമ്മിലിട്ട് 5 മിനിറ്റ് വയ്ക്കാം. ബിരിയാണി റെഡി.